നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര പാർവതിയമ്മേ ഭഗവതി നമോ നമ. ഓം സുബ്രഹ്മണ്യ സ്വാമി, ഓമയ്യ സ്വാമി, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഫെബ്രുവരി മാസം അവസാനിക്കാൻ പോവുകയാണ്. മാർച്ച് മാസത്തിൻ്റെ ആരംഭം കുറിക്കലും നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായി 2026 സൗഭാഗ്യങ്ങളൊരു വർഷമാണെന്നാണ് എല്ലാ എപ്പിസോഡും നമ്മൾ പറയാറുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്നൊരു യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സർവാർത്ഥ സിദ്ധി യോഗം. 5 രാശിക്കാർക്ക് ഒരിക്കലും ഇല്ലാത്ത വണ്ണമുള്ള സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വരുന്ന ഗ്രഹങ്ങളുടെ യോജിപ്പാണ്. ഇവയെല്ലാം കൂടി യോജിച്ച് നിന്നുകൊണ്ട് 5 രാശിക്കാർക്ക് വളരെ വളരെ വലിയ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ് വന്നു ചേരാൻ പോകുന്നത്. സർവാർത്ഥ സിദ്ധിയോഗം. ഓരോ ഗ്രഹങ്ങൾക്കും മാറ്റത്തിൻ്റേതായ സമയങ്ങളുണ്ട്. അത് കൃത്യമായും നടക്കുക തന്നെ ചെയ്യും. ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ കൂടും, ചില രാശിക്കാർക്ക് അത് ദോഷവശമായി മാറും. സ്വാഭാവികമായി സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രപഞ്ചം. ആ വ്യവസ്ഥിതികളിൽ ഏറെ ഗുണകരമായിരിക്കുന്ന വ്യവസ്ഥയെ അറിയിച്ച് മാനസികമായൊരു ആഹ്ലാദം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യത്തെയും, അതുപോലെ തന്നെ ചില വ്യവസ്ഥകളിൽ എപ്പോഴും നമ്മൾ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. 5 രാശിക്കാർക്ക് വന്നു ചേരുന്ന ഭാഗ്യം. ഈ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഭാഗ്യങ്ങളും ഭാഗ്യദോഷങ്ങളുമുണ്ട്. ഈ ഭാഗ്യദോഷങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇതിൽ ഇപ്പോൾ പറയുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിലെ ഓരോ മാറ്റത്തിനും ഓരോ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു ഗ്രഹത്തിൻ്റെയോ ഗ്രഹവ്യവസ്ഥയുടെയോ സ്വാധീനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. സർവാർത്ഥ സിദ്ധിയോഗത്തോടൊപ്പം തന്നെ ഗൗരി, അനഫ, ബുധാദിത്യൻ, ലക്ഷ്മി നാരായണം, കുജാദിത്യം തുടങ്ങി ഈ യോഗങ്ങളും വന്നു ചേരുകയാണ്. സർവാർത്ഥ സിദ്ധിയോഗത്തിനോടൊപ്പം തന്നെ ഇവയെല്ലാം കൂടി വന്നു ചേരുന്ന പൂർണ്ണമായിട്ടുള്ള സൗഭാഗ്യമാണ് 5 രാശിക്കാരിൽ വന്ന് നിറയാൻ പോകുന്നത്. ഈ സൗഭാഗ്യം അത്ര പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നതല്ല. ഒരു വർഷക്കാലത്തോളം ഈ ഗ്രഹയോഗങ്ങളുടേതായിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും ഈ 5 രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാഹിത്യാദി വ്യവസ്ഥകളുടെയും കലാകായിക വ്യവസ്ഥകളുടെയും ഒക്കെ തന്നെ
പരിപൂർണമായൊരു വിജയമാണ് ഈ 5 രാശിക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. സർവാർത്ഥ സിദ്ധിയോഗത്തിനോടൊപ്പം തന്നെ വന്നു ചേരുന്ന ഈ മറ്റു യോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ യോഗങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്നത് ഈ രാശിക്കാരുടെ സൗഭാഗ്യദായകമായ ജീവിത നിമിഷങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം പ്രത്യേകതകളാണ് ഈ 5 രാശിക്കാർക്ക് വരാൻ പോകുന്നത്. 1ഉം 2ഉം ഗ്രഹസംയോഗങ്ങളല്ല, 5ഓളം വരുന്ന ഗ്രഹസംയോഗങ്ങളും സർവാർത്ഥ സിദ്ധിയോഗവും നിറഞ്ഞു നിൽക്കുകയാണ് ഈ രാശിക്കാരിൽ. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ് ആദ്യത്തേത്. മേടം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന യോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ ജോലികളും എല്ലാ പദ്ധതികളും ഇവരുൾപ്പെടുന്നതാണെങ്കിൽ പൂർണ്ണമായും വിജയിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിലും കാർഷികപരമായിട്ടുള്ളതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കലാകായിക മേഖലയുടേതാണെങ്കിലും അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലയുടേതാണെങ്കിലും എന്ന് വേണ്ട, ഇവർ നിലനിൽക്കുന്നത് ഏതൊക്കെ മേഖലയിലാണോ ആ മേഖലകളിൽ എന്തെല്ലാം പദ്ധതികളുണ്ടോ അതെല്ലാം വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തീരുമാനങ്ങളെല്ലാം ഉചിതമായി തീരും. ആ തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിൻ്റേതായിരിക്കുന്ന പൂർണ്ണ ഫലങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും മറ്റ് ഗ്രഹസംയോഗങ്ങളിലൂടെ ഉണ്ടാകുന്ന യോഗങ്ങളുടെയും ഫലമായി തീർച്ചയായിട്ടും ഈ രാശിക്കാരിൽ വളരെ വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റേതായ നന്മ വഴികളാണ് ഉണ്ടാകാൻ പോകുന്നത്. സർവാർത്ഥ സിദ്ധിയോഗവും മറ്റ് യോഗാ വ്യവസ്ഥകളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരുടെ ജീവിതം മാറിമറിയുകയാണ്. സർവ്വ സൗഭാഗ്യദായകമായ ജീവൽ പശ്ചാത്തലങ്ങളാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. രോഗദുരിതങ്ങളിലൂടെയും അലസതകളിലൂടെയും ഒക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ അലസതകളും രോഗദുരിതങ്ങളുമൊക്കെ മാറ്റം ഉണ്ടായി വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു ജീവൽ പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. പങ്കാളിയുമായി നല്ല യോജിപ്പോടുകൂടി മുൻപോട്ട് നീങ്ങും. കുടുംബപരമായിട്ട് വളരെ ഐശ്വര്യവും സന്തോഷവും വന്നു നിറയും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും കൈവക്കുന്ന എല്ലാ മേഖലകളിലും വിജയം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ രാശിമാറ്റമാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായി മാറാൻ പോകുന്നത്. ആത്മവിശ്വാസവും സാമ്പത്തിക നേട്ടങ്ങളും സൗന്ദര്യ വ്യവസ്ഥകളും ഒക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വാക്കുകൾക്ക് വശ്യതയുണ്ടാകും. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പൂർണ്ണമായ വിജയത്തോടു കൂടി അത് സാധ്യമാകും. ആത്മവിശ്വാസവും സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് വലിയ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരും. ആ ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഫലവത്താക്കി അനുഭവിക്കും എന്നുള്ളതാണ്. കൂടാതെ സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണമായ പിന്തുണ ലഭിക്കും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുമായുള്ള ബിസിനസ്സിൽ വളരെ വലിയ വിജയമുണ്ടാകും. വിദ്യാഭ്യാസ രംഗമാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും കലാകായിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെല്ലാം തന്നെ വിജയമുണ്ടാകുവാൻ ഈ രാശിക്കാർക്ക് കഴിയും. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും മറ്റ് ഗ്രഹസംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന യോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്നത് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഉജ്ജ്വലമായിരിക്കുന്ന സമയമാണ് കർക്കിടകം രാശിക്കാരായ നക്ഷത്രജാതർക്കുള്ളത്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ കൈകളിൽ വന്നു ചേരും. കിട്ടാതെ കിടന്നിരുന്ന സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ തിരിച്ചു വന്നു ചേരും. സാങ്കേതികമായ വിദ്യാഭ്യാസ മേഖലകളിലൂടെ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ രാശി നക്ഷത്ര ജാതർക്ക് വിദേശ മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യാനും അവിടെ ജോലിക്കുള്ള സാധ്യതയും നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ പ്രമുഖ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും സന്തോഷത്തോടു കൂടി അനുവർത്തിക്കുവാൻ ആത്മീയ കാര്യങ്ങളെ പൂർണ്ണമായും തിരഞ്ഞെടുക്കുകയും ചെയ്യും ഈ നക്ഷത്ര ജാതർ. അതുപോലെ തന്നെ ലാഭകരവും സന്തോഷകരവുമായ യാത്രകൾക്ക് പ്രാധാന്യം നൽകുന്നൊരു വർഷമായി ഈ രാശിക്കാർക്ക് 2026 അനുഭവവേദ്യമാകും. അതുപോലെ തന്നെ അനാവശ്യമായ ആശങ്കകൾ ഒഴിഞ്ഞു പോകുന്ന വർഷം കൂടിയിട്ടാണ് ഇത്.
സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും അതുപോലെ മറ്റ് ഗ്രഹസംയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന വലിയ ഭാഗ്യങ്ങൾക്ക് നന്നായിട്ടു തന്നെ വശംവദരാകുന്നവരാണ് ഈ രാശിക്കാരെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് ജീവൽ മാറ്റങ്ങളാണ് 2026 സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് വന്നു നിറയുന്നത്. പുതിയ വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണാദികൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ സൽസന്താന ജനനത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹ വ്യവസ്ഥകൾ പൂർണ്ണമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ന് വേണ്ട ഏതു മേഖലയിലും വിജയം കൈവരിക്കുന്ന ഒരു വലിയ ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ രാശിക്കാരെത്തിച്ചേരുക തന്നെ ചെയ്യും. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശിയാണ് അടുത്തത്. കന്നി രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാനും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുമുള്ള വലിയ സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ തൊഴിൽ സാധ്യതയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നർത്ഥം. പരീക്ഷാദി കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വൻ വിജയമുണ്ടാകും. ഒപ്പം തന്നെ യുവാക്കൾക്ക് PSC പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നതിലും വലിയ വിജയമുണ്ടാകും. റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഇടം നേടുവാനുള്ള വലിയ ഭാഗ്യം യുവാക്കൾക്ക് വന്നു ചേരും എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഗണ്യമായ ലാഭമുണ്ടാകും. നിക്ഷേപങ്ങൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പലിശ നിരക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ ജോലിക്കാരായി നിലനിൽക്കുന്ന ആളുകൾക്ക് പ്രമോഷനുള്ള സാധ്യത കാണുന്നു. ശമ്പളത്തിലുള്ള വർധനവിനും വ്യവസ്ഥിതി കാണുന്നു. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം, ആഭരണം തുടങ്ങിയവ തിരികെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നു. കോടതി കാര്യങ്ങളിൽ തീർത്തും വിജയകരമായിരിക്കുന്ന വ്യവസ്ഥിതി ഈ നക്ഷത്ര ജാതരിൽ വന്നു ചേരുന്നു. ദാമ്പത്യ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഇവരെ തേടിയെത്തും. കുടുംബ അന്തരീക്ഷം വളരെ ശാന്തവും സമാധാനവും സന്തോഷപൂർണവുമാകും. എല്ലാ അർത്ഥത്തിലും ഗുണങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷം തന്നെയാണ് 2026. അതായത് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെ വരുന്ന ഗ്രഹസംയോഗങ്ങൾ, ഗൗരി, അതുപോലെ തന്നെ ശുക്രാദിത്യ യോഗം, ഞാൻ നേരത്തെ പറഞ്ഞ യോഗങ്ങളുടെ ചേർച്ചയിലൂടെ വളരെ വളരെ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഗൗരി, അനഫ, ബുധാദിത്യ രാജയോഗം, ലക്ഷ്മി നാരായണ രാജയോഗം, അതുപോലെ തന്നെ ശുക്രാദിത്യ യോഗം തുടങ്ങിയവയൊക്കെ തീർച്ചയായിട്ടും ഈ രാശിക്കാരിൽ വലിയ അനുഗ്രഹ സാധ്യതയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം വളരെയധികം ഗംഭീരമായിട്ട് മുന്നേറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. സർവാർത്ഥ സിദ്ധിയോഗവുമായി ബന്ധപ്പെട്ട് തുലാം രാശിക്കാർക്ക് നിക്ഷേപങ്ങളിലുള്ള തുക വർദ്ധിക്കും. അതുകൂടാതെ പല രീതിയിലുള്ള ജീവൽ മാറ്റങ്ങളും ഇവരിൽ ഉണ്ടാകും. വാഹനയോഗം, ഗൃഹയോഗം തുടങ്ങിയ സൗഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ ഈ രാശി നക്ഷത്ര ജാതരിൽ വന്നു നിറയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബഹുമാനവും സന്തോഷവും സമൂഹത്തിൽ നിന്ന് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായ സ്ഥിരത ഉണ്ടാകുന്ന വർഷം കൂടിയിട്ടാണ് 2026. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും മറ്റ് ഗ്രഹസംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന യോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് പരിപൂർണമായും ഉത്തരവാദിത്വപരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം വന്നു ചേരും. സാമ്പത്തിക സ്ഥിരതയുടെ അടിസ്ഥാനത്തിലാണ് ആ ഉത്തരവാദിത്വ ജീവിതം വന്നു ചേരുന്നത്. ശക്തമായ നേട്ടങ്ങൾ ഓരോ കാലയളവിൽ ഈ രാശിക്കാരെ തേടിയെത്തും. അത് സാമ്പത്തികമാകും, കാർഷികമാകും, വിദ്യാഭ്യാസപരമാകും, വിദേശ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുള്ളതാകും എന്ന് വേണ്ട വളരെ വളരെ പ്രത്യേകതകളോടുകൂടിയ ഒട്ടനവധി മേഖലകളിൽ നിന്ന് ഇവരിലേക്ക് പല ഭാഗ്യയോഗങ്ങളും വന്നു നിറയും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. പ്രണയ ജീവിതങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകാൻ പോകുന്ന വർഷമാണ് 2026. ഈ നക്ഷത്ര രാശി ജാതരിൽ നിന്ന് തികച്ചും അത് ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. പ്രണയ സാഫല്യം ഉറപ്പായും 2026 ഈ നക്ഷത്ര ജാതർക്കുണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിപൂർണമായും പരിഹരിക്കുവാൻ ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതർക്ക് കഴിയും. സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങൾ സംയോജിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന എല്ലാ ഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥകളും ഈ രാശിക്കാർക്കും ഈ രാശിയിലുള്ള നക്ഷത്ര ജാതർക്കും വന്നു ചേരും. ഇനി പിറകോട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. മുൻപോട്ട് സാമ്പത്തികമായ ഉന്നമനത്തോടുകൂടി പോകാൻ കഴിയുമെന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യം.
തീർച്ചയായും വിജയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും വന്നു ചേരുന്ന എല്ലാ ഭാഗ്യങ്ങളും ഈ രാശിക്കാരിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 5 രാശിക്കാരിൽ വന്ന് നിറയട്ടെ. ആ രാശിക്കാരിലെ നക്ഷത്ര ജാതർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഒരു വർഷക്കാലം അവർക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.